ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ കുഞ്ഞു, ഫൈനൽ ഇയർ മെഡിക്കൽ സ്റ്റുഡൻറ്റ്. ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഈ ഫോട്ടോയും കൊണ്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിൻ്റെ അടുത്ത തൊട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു കോൾ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എപ്പോൾ പുറത്തിറങ്ങിയാലും ഞാൻ വീട്ടിലിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അമ്മയ്ക്കൊക്കെ ഭയങ്കര എന്താ പറയുക, ബുദ്ധിമുട്ട് ആകാറില്ല. ഈ ഇടയ്ക്ക് എന്നോട് പറയും, ഇങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നാൽ വിളിക്കാതാകുമ്പോഴത്തേനും ഭയങ്കര സങ്കടമാകും, അതുകൊണ്ട് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കരുതെന്നൊക്കെ. പക്ഷേ ഇവിടെ ഭയങ്കര കാറ്റാട്ടോ. ചിലപ്പോൾ എനിക്ക് വോയിസ് ക്ലിയർ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വോയിസ് കവർ ചെയ്യുന്നതായിരിക്കും. എന്താണ്, ലൈറ്റൊന്നും ഇല്ലടേ, ലൈറ്റൊന്നും വരുന്നില്ല. ഞാൻ ടോർച്ച് ലൈറ്റ് അടിക്കേണ്ട അവസ്ഥയിലാണെന്നാണ് തോന്നുന്നത്. കാരണം ലൈറ്റില്ല. ഞാൻ ഇന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്, ഇന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടില്ല, മീൻസ് എൻ്റെ കോളേജ് നേരത്തെ സിറ്റുവേറ്റ് ചെയ്തിരുന്ന സ്ഥലമാണ് ഇവിടെയല്ല, ഇതിന് ഓപ്പോസിറ്റ്. അപ്പോൾ നല്ല ജലദോഷം ഉണ്ട് കേട്ടോ. ജലദോഷം ഇവിടെ മാസ്ക് പ്രൊഹിബിറ്റഡ് ആണ്, അതുകൊണ്ട് നമുക്ക് മാസ്ക് വെക്കാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാസ്ക് എന്തോ തീവ്രവാദിയാണെന്ന് വിചാരിച്ചിട്ടാണോ എന്തോ മാസ്ക് വെക്കാൻ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ലൈറ്റ് അവിടെ നിന്ന് അടിക്കുന്നതെന്ന് തോന്നുന്നു. ഇങ്ങനെ നടക്കുമ്പോഴത്തേനും ലൈറ്റ് അടിക്കുന്നില്ല. ആൻഡ് എൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ്, അതെനിക്ക് ആക്ച്വലി ബാക്ക് ക്യാം എനിക്ക് സെയിം ടൈമിൽ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഒരു തവണ കാണിച്ചു തരാം. അവിടെയായിരുന്നു എൻ്റെ കോളേജ്. അത് പുതുക്കിയിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് കോളേജ് വെച്ച്, അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ഇപ്പം ക്ലാസ് പോകുന്നത് നമുക്ക് 3 കോളേജ് ജോയിൻ ചെയ്തിട്ടാണ് MCA ക്ലാസ് വെക്കുന്നത്. അപ്പം അതിൻ്റെ ക്ലാസ് വേറൊരു കോളേജിൽ, വേറൊരു ഓഡിറ്റോറിയത്തിൽ എല്ലാം ഇങ്ങനെ ഓടണം. ഞാൻ എക്സാം എഴുതുന്നത്, എനിക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ ആ എക്സാം എഴുതുന്നത് എൻ്റെ കോളേജിൽ, ഞാൻ ക്ലാസ് കൂടുന്നത് വേറൊരു കോളേജിൽ, കോച്ചിങ് കൂടുന്നത് വേറൊരു കോളേജിൽ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി. അതാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, നല്ല തണുപ്പാണ്. സ്നോ എപ്പോൾ വേണമെങ്കിലും ഇവിടെ അപ്പുറം ഞാൻ കാണിച്ചു തന്നില്ലേ, അപ്പുറം ആക്ച്വലി സ്നോ ഇപ്പം വീഴുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരാളെ വന്നപ്പോഴത്തേനും എനിക്ക് ചമ്മലായി. കാരണം ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ല, അങ്ങനെ എനിക്ക് ചമ്മലായി. ഞാൻ എന്താ പറയുക, അപ്പുറം സ്നോ വീണു. അപ്പുറം കുന്നിൽ, നമ്മൾ കുന്നെന്നൊക്കെ പറയില്ലേ, അപ്പുറം കുന്നിൽ സ്നോ വീണു. പക്ഷേ ഇവിടെ സ്നോ വീണില്ല. ഇവിടെ ഉടനെ തന്നെ സ്നോ വീഴും. December to March സ്നോ ടൈമാണ്, സ്നോ വീഴും. ഞാൻ ഇങ്ങനെ പതുക്കെ നടക്കുന്നതുകൊണ്ടാണ് കോളേജിൽ ഞാൻ നിർത്താത്തത് ഇതുവരെ. ഇപ്പോൾ ടൈം എത്രയാണ് നോക്കട്ടെ. ഗ്ലൗസ് ഇട്ടുകൊണ്ട് ആക്ച്വലി എനിക്ക് 9:30 ആക്ച്വലി ഞാൻ 9:30 എത്തേണ്ടതായിരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഞാൻ എത്തേണ്ടതായിരുന്നു, ഞാൻ എത്തിയില്ല. കാരണം എന്താണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ നടന്നപ്പോൾ വിചാരിച്ചു വ്ളോഗ് എടുക്കാമെന്ന്. അതെടുത്തപ്പോഴത്തേനും ഞാൻ കുറച്ച് സ്ലോ ആയി. എൻ്റെ കൈയൊക്കെ ഫ്രീസ് ആകുന്നുണ്ട് ആക്ച്വലി. പക്ഷെ ഗ്ലൗസ് ഇട്ടാൽ ചില സമയത്ത് വർക്കാകും ഫോൺ, ചില സമയത്ത് വർക്കാകില്ല. അതുകൊണ്ട് എനിക്കത്ര ഒരു ഇത് വരുന്നില്ല. ഇതാട്ടോ ഞാൻ രാവിലെ മോർണിംഗ് നടക്കുന്നത്. ആ ബസ്സിന് കയറി എനിക്ക് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്ത് ചെയ്ത് 15 രൂപ ലാഭിക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ അങ്ങ് നടന്ന്. അതാകുമ്പോൾ ഒരു എക്സസൈസൊക്കെ ആകുമല്ലോ, അങ്ങനെ വിചാരിച്ചങ്ങ് നടന്ന്. ഇതാണ് ഇവിടുത്തെ പാർലമെൻറ്റ്. ഞാൻ ആക്ച്വലി എന്താ കാണിക്കുന്നത്, ഞാൻ ആ സ്നോ ആണ് ആദ്യം കാണിക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ വിചാരിച്ച ക്രിസ്മസ് ട്രീ ആണ്. എനിക്ക് തന്നെ ബോധ്യമില്ല. ഇതിൽ വോയിസ് ഉണ്ട് ആക്ച്വലി, ബട്ട് അതത്ര ക്ലിയർ അല്ല. അതുകൊണ്ട് ഞാൻ വോയിസ് കവർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്തൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്.
ആദ്യമായിട്ട് വ്ളോഗൊക്കെ ചെയ്യുമ്പം കുറച്ച് ഇത് വരുമല്ലോ. പിന്നെ ഇവിടെ 2 കുതിരക്കുട്ടന്മാരുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 അല്ല 4 കുതിരക്കുട്ടന്മാരുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പത്തന്നെ ഒരു ചേച്ചി വന്നുകൊണ്ട് എൻ്റെ അങ്ങനെ ക്യാമറ എടുക്കുന്ന ആ വീക്ഷണം അങ്ങ് ശരിയായില്ല. പിന്നെ ഞാൻ സൂം ഔട്ട് ചെയ്ത് പാർലമെൻറ്റൊക്കെ കാണിച്ചുകൊണ്ട്, ഇതാണ് റഷ്യൻ പാർലമെൻറ്റാണിത്. അപ്പം പാർലമെൻറ്റ് ഇവിടെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ പണിയുന്നുണ്ട് കേട്ടോ. ക്രിസ്മസ് ആകുമ്പോൾ നല്ല രസമായിരിക്കും. നൈറ്റൊക്കെ വരുമ്പോഴത്തേനും ലൈറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ ഈ വഴിയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടുന്ന് ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. എൻ്റെ ഫസ്റ്റ് വ്ളോഗല്ല, ബട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഫസ്റ്റ് വ്ളോഗാണ്. എന്നാലും ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ഞാൻ പൊതുവേ ഇങ്ങനെ കോളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ എന്തായാലും ബൈ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. കാരണം അമ്മ വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത്രേ ഉള്ളൂ. ബൈ ബൈ.